പ്രിയപ്പെട്ടവർ, കൊച്ചു എന്ന് വിളിക്കുന്ന TK കൊച്ചുനാരായണൻ. ചിരിച്ചും ചിരിപ്പിച്ചും ചിന്തിച്ചും പ്രവർത്തിപ്പിച്ചും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ. ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയും അവ യാഥാർത്ഥ്യമാക്കാൻ അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്ത ഒരു പ്രതിഭാശാലി. സ്നേഹം, പ്രചോദനം, ഊർജ്ജസ്വലത ഇവയുടെയെല്ലാം ആൾരൂപമായിരുന്ന അദ്ദേഹം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സജീവ പ്രവർത്തകനും മികവുറ്റ സംഘാടകനും ആയിരുന്നു. ഞാൻ ഒറ്റപ്പാലത്തെ എംബസിക്ക് പഠിക്കുകയാണ്. മാത്തമാറ്റിക്സ് ആണ് വിഷയം. അപ്പോൾ അവിടെ പൂക്ലാസായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. PT ഭാസ്കര പണിക്കർ സാറ് വരും അന്ന് അതിനൊക്കെ. അപ്പം ഞാൻ എല്ലാ ദിവസവും ഓരോ കഥ എഴുതും. ഒരു ഭ്രാന്ത് വെച്ചോ. എന്നിട്ടൊരു ഗ്രന്ഥക്കെട്ട് പോലെ ഉണ്ടാക്കിയിട്ട് PTB കാണാൻ പോകും. ഇതെന്താ കുച്ചാനാൻ ഒരു ഗ്രന്ഥക്കെട്ടുണ്ടല്ലോ? അത് മാഷെന്നാ ഞങ്ങളവിടെ വിളിക്കുക. മാഷെ കഥയാണ്. കഥയോ? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണേ? എനിക്കൊരു ചെറുതായിട്ടായിക്കോട്ടെ. എന്തുകൊണ്ട്? കാരണം എല്ലാ ABCD ഒക്കെ കഥ എഴുതണില്ലേ മാഷേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം. എന്താ കഴിയും എങ്ങനെ കഥ എഴുതണം എന്ന് വിചാരിച്ചാൽ കഥ എത്ര എണ്ണം എഴുതണം വെച്ചാൽ വൃത്തിയായിട്ടാണ് എഴുതുക. 2 തവണ 3 തവണ ഒക്കെ വായിച്ച് നോക്കുക. ഞാൻ എഴുതിയ കഥ എന്തിനാ ഞാൻ വായിക്കണമെന്ന് ചോദിച്ചു. അല്ല, നമുക്കൊരു സെൽഫ് കറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവ് സാറേ, ഈ ലോകത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ആ വലിയ മനുഷ്യനാണ്. കറകളഞ്ഞ വ്യക്തിത്വമാണ്. അപ്പം PTB ബഹുമാനിക്കാത്ത ആരും എനിക്കിഷ്ടമില്ല. പിന്നെ പരിഷത്ത് ഒരു സമാനതകളില്ലാത്ത ഒരു ഓർഗനൈസേഷനാണ്. ഞാൻ പരിഷത്തിലത്തെ ലൈഫ് മെമ്പറാണ്. എന്ത് മുതൽക്ക് ഞാൻ പരിഷത്തിൽ മെമ്പറായതെന്ന് എനിക്കെന്താ അറിയില്ല. അവിടുന്ന് ഞാൻ രാജിവെച്ചിട്ടുമില്ല, രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ ടീച്ചറെ യുറേക്കിൻ്റെയും ശാസ്ത്ര കേരളത്തിൻ്റെയും എഡിറ്ററായിരുന്നു. ഞാൻ തൊട്ടപ്പുറത്തൊരു മഹാത്മാ ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കർത്താവ് സാറെ എങ്ങനെ വിചാരിച്ച ഭക്ഷണപ്രിയനാ പണ്ടേ. അപ്പം അവിടെ ഒറ്റപ്പാലത്ത് ട്യൂട്ടോറിയൽ ചെല്ലും. മഹാത്മാവിനെ കണക്ക് പഠിപ്പിക്കും നല്ലോണം. കുട്ടികൾക്കൊക്കെ വലിയ എൻ്റെ സ്റ്റുഡൻസൊക്കെ സ്റ്റേറ്റിൽ പല സ്ഥലത്തും ഉണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ തരണ കാശുണ്ട്. അപ്പോൾ ഞാനും ഒറ്റപ്പാലത്തെ MSc പഠിക്കുന്ന പിള്ളേരുണ്ട്. രാജഗോപാലോട് അടുത്തുണ്ട്. എടാ നാരായണ എന്നെ വിളിക്കാം. നാരായണ കാശ് വല്ല കിട്ടിയണ? എടാ 100 ഉറുപ്പ്യ ഉണ്ട്. അപ്പോൾ നമുക്ക് പട്ടണ അവിടെ പെട്ട് പോലെ മസാല ദോശ അടിക്കാം. അത് മുഴുവൻ മറ്റേ ഇത് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പൊട്ടി മാറ്റും. അന്ന് ഞാറ്റടി സിനിമയുടെ തിരക്കഥാകൃത്തും ഒഴുക്കിൻ്റെ അശാന്തത, പഠന കൗതുകം, മാനവോദയം, കലാജാഥകളുടെ 25 വർഷങ്ങൾ, മാനവീയം ഡയറി തുടങ്ങി ശ്രദ്ധേയമായ ഒട്ടനവധി ഡോക്യുമെൻ്ററികളുടെയും സീരിയലുകളുടെയും സൂത്രധാരനും ആയിരുന്നു. കേരള വിജ്ഞാനകോശം എഡിറ്ററായിരുന്ന അദ്ദേഹം കണക്കറിവ്, വിശ്വവിജ്ഞാനകോശം എന്നിവയുടെ പ്രസിദ്ധീകരണത്തിലും പ്രധാന പങ്കുവഹിച്ചു. ഒരാളെ എന്നോട് പറഞ്ഞു, കൊച്ചു ഈ ഒരു കേരള വിജ്ഞാനകോശം ഇറക്കടാ. കാശൊന്നുമില്ല തന്നെ വേണ്ട, എനിക്ക് എഡിറ്റോറിയൽ ഇടപെടരുത്. ആ ഫോട്ടോ ഇവിടെ വെക്കണം, മറ്റേ നായരുടെ ഇവിടെ വെക്കണം, ഇവിടെ പട്ടണ വെക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വെക്കില്ല. അതിനൊക്കെ എനിക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിൻ വെച്ചിട്ട് കേരള വിജ്ഞാനകോശം ഇറക്കി. അപ്പോൾ എൻ്റെ മകൻ, 2 മക്കളാണ്. അപ്പം മകൻ പറഞ്ഞ അച്ചപ്പിയുടെ ബെസ്റ്റ് വർക്കാണ് കേരള വിജ്ഞാനകോശം. അതിന് ഇക്വേറ്റ് ചെയ്യാനൊരു പുസ്തകമില്ല. എഴുത്തുകാരൻ, ചെറുകഥാകൃത്ത്, TV അവതാരകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഒരു വള്ളുവനാടൻ വർത്തമാനം, കണക്കില്ല കണക്ക് എന്നീ YouTube പരിപാടികളും
ഏറെ ജനശ്രദ്ധ ആർജിച്ചവയാണ്. സംഖ്യകളെ ഏറെ സ്നേഹിച്ച അദ്ദേഹം ഗണിതാശയങ്ങളെ രസകരമായി അവതരിപ്പിക്കുന്ന നിരവധി പുസ്തകങ്ങളും രചിക്കുകയുണ്ടായി. ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട്, മാത്സ് മെയ്ഡ് മെറി. അതിനിത്രയേ ഉള്ളൂ. അതിനകത്ത് ഗണിതം ഉത്സവമാക്കാം, ഗണിതം ആഘോഷമാക്കാം. പക്ഷത്തിൻ്റെ ഗണിത മൂലകളുണ്ടല്ലോ, അതൊന്ന് ഡെവലപ്പ് ചെയ്തതാണ് അതൊക്കെ. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ. ഉയരങ്ങളുടെ നോക്കൂത്തി ഒന്ന്, ചീരാപ്പ് കഥകൾ, ഓർമ്മകൾ. മോർ ദാൻ 50 ബുക്സ് മറ്റേ എനിക്ക് എൻ്റെ ക്രെഡിറ്റിലുണ്ട്. അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ വന്നപ്പോൾ എൻ വി കൃഷ്ണമാചാര്യരുണ്ട്, കെ കെ കൃഷ്ണകുമാറുണ്ട്, അവിടെ പി സി കെ കർത്താവുണ്ട്, സി പി നാരായണനുണ്ട്. എം എൻ എസിനായിട്ട് എങ്ങനെ മറക്കാൻ. ഒറ്റപ്പാലത്തെ മുന്നൂർക്കോട് എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, അവിടുത്തെ ആളാണ് മാഷ്, സുബ്രഹ്മണ്യ മാഷ്. എം എൻ എസിൻ്റെ ഒരു സഞ്ചിയുണ്ട്. ഞാനൊരു സഞ്ചിമൃഗം എന്ന് പറഞ്ഞ ഒരു കഥ എഴുതിയിട്ടുണ്ട് പരിശുദ്ധരെ കുറിച്ചിട്ട്. എല്ലാം സഞ്ചിയിലില്ല. ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം എനിക്കുള്ളൂ, എം പി പരമേശ്വരൻ. ആ വഴിക്ക് പോകാനത്തെ ഞങ്ങളൊന്ന് കാണും, എം പി ഒന്ന് കാണും, ഒരുപാട് സംസാരിക്കും. എവിടെ ഒപ്പിട്ടിട്ട് എന്തെങ്കിലും ഒരു പുസ്തകം, ലേറ്റസ്റ്റ് പുസ്തകം തരും. അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടപ്പോൾ പിന്നെ ഞാനായിട്ട് വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ VKS ഒക്കെ വന്നാൽ നേരെ അടുക്കളയിൽ കയറി പാത്രം എടുക്കുകയാണ്, എന്നിട്ട് പാത്രങ്ങൾ കഴുകുകയാണ്. വീണൊന്നും പേടിക്കാനില്ല കേട്ടോ, ഞങ്ങൾ ചെയ്തോളാം. ഇക്ബാലൊക്കെ പറയും നിലത്ത് നിന്നിട്ടുണ്ട്. കഞ്ഞി കണക്കിൻ്റെ എരിവും പുളിയും എന്ന പുസ്തകത്തിന് 1997 ശാസ്ത്ര പുസ്തകത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. 2017 PTV പുരസ്കാരവും അദ്ദേഹത്തിനാണ് ലഭിച്ചത്. ശാസ്ത്ര സാഹിത്യം. എനിക്കൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു, KT98 എന്നാണ് പറയുക. അത് ചെല്ലാത്ത തിരുവനന്തപുരത്ത് 4 കൊല്ലതും 4 ടേം ഞാൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ്. വാഴോട് പച്ച എന്നൊക്കെ പറഞ്ഞാൽ, വെങ്ങാനൂർ പറഞ്ഞാൽ അവിടെ ചെന്നാൽ എൻ്റെ മോട്ടോർ സൈക്കിൾ ശബ്ദം കേൾക്കാത്തവർ ഇവരെല്ലാം കയറ്റക്കാരാണ്. PK രവീന്ദ്രൻ, എല്ലാ ആൾക്കാരും, MB അടക്കം കയറി. MB ഞാൻ മറ്റേ വർക്കല കൊണ്ടുപോകാൻ കാലത്ത് ഫ്രണ്ട് പോകുന്ന ഒരു കാറ് തീപിടിച്ചു. തീയടാ നിർത്തറാവട്ടെ. ഞാൻ പ്രകൃതി സമൂഹ ശാസ്ത്രത്തിൻ്റെ ആശാന. അപ്പൂട്ടൻ KTS എന്നൊക്കെ പറഞ്ഞ് ആനാട് പറഞ്ഞ സ്ഥലത്തൊക്കെ രാത്രി പെട്രോമാക്സ് പണി ചെയ്ത് കാണുന്ന ആൾക്കാരൊക്കെ നേരത്തേക്ക് തന്നെ ഇരിക്കാൻ കാലത്ത് TK കുറിച്ചാണ് സംസാരിക്കും എന്നങ്ങനെ പറയും. ഞാൻ ഷെയറായിട്ട് സംസാരിക്കാൻ. അതൊക്കെ ഒരു അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ഞാൻ അവരുടെ ഭാഷയിലാണ് പറയേ, ലോക്കൽ ഭാഷയിലാണ്. ഒരു വള്ളുവനാണ് സ്ലാങ്ങും ഭാഗ്യവശാൽ എനിക്കുണ്ട്. ക്ലാസ് എടുക്കുന്നതിൽ ഞാൻ ഏത് ക്ലാസ് എടുക്കാൻ പോയാലും ആദ്യത്തെ ചോദ്യം ദൈവമുണ്ടോ? അപ്പം ഞാനത് എനിക്കറിയാം നിങ്ങളുടെ ചോദ്യം വരുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്നെ രക്ഷിക്കട്ടെ. അപ്പം ആർക്കും ഒരു ആക്ഷേപമില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ശാസ്ത്രജ്ഞനാവുകയോ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നിരീക്ഷകയോ എന്തോ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ സയൻറ്റിഫിക് ടെമ്പർ എന്നാണ് എന്നെ പറയുക. ഒരു ശാസ്ത്രീയ വീക്ഷണം നിങ്ങൾക്കുണ്ടാവണം. അതിനെന്താ വഴി എന്ന് വെച്ചാൽ, അടിയന്തരാവസ്ഥ എന്നെ ബാധിച്ചിട്ടേ ഇല്ല. കാരണം അടിയന്തരാവസ്ഥയിൽ ഞാൻ കേവിൻ്റെ റൂംമേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് ജയറാം പണിക്കരെ പിടിച്ചുകൊണ്ട് പോയിട്ട് 15 ദിവസം ശാസ്ത്രമാനത്തെ കസ്റ്റഡിയിലുണ്ട്. 15 20 ദിവസം. പിന്നെ അടുത്ത കസേരയിൽ നോക്കിയപ്പോൾ ഗോവിന്ദപ്പള്ളി ഇരിക്കണം. പരിഷത്ത് മെമ്പറാവുക, പരിഷത്തിൻ്റെ ഊർജം, പരിഷത്തിൻ്റെ സത്ത ഉൾക്കൊള്ളുക, പ്രവർത്തിക്കുക. ധന്യവും ദീപ്തവുമായ തൻ്റെ പരിഷത്തോർമ്മകൾ എഴുതണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പരിഷത്തോർമ്മകൾ ഞാൻ എഴുതും, അല്ലെങ്കിൽ നാളെ പുസ്തകം വിളിക്കും. പരിഷത്തോർമ്മകൾ എന്ന് എഴുതി ഡേറ്റും ഇട്ട് അവിടെ അടിക്കും, കിടന്നതിൻ്റെ അവിടെ വയ്ക്കും.
ചാടി എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ വെള്ളം കിട്ടും. അപ്പം അതത്ര ഈസിയല്ല. എന്താ വെച്ചാൽ അത് നമ്മൾ റഫായിട്ട് ആദ്യം എഴുതണം, പോയിൻറ്റ്സ് എഴുതണം, എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കണം, എന്നിട്ട് അർദ്ധരാത്രി ഇരുന്ന് എഴുതണം എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടീച്ചർ കണ്ടോ? അത് മകൻ കൊണ്ടുവന്നതാണ്. എല്ലാ ദിവസവും ഞാനത് നോക്കും. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയും. തൊട്ട് ബാക്കിലിരിക്കുന്ന ഗ്ലോബാണ്. അത് മകൾ അയച്ചു തന്നതാ. അതൊരു വിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് എൻ്റെ മോട്ടോ. ഇത് കണ്ടാൽ പിന്നെ എനിക്ക് തന്നെ എനർജി കിട്ടും. അവിടെ പെർമനൻ്റായിട്ട് വെച്ചിരിക്കാണ്. അത് സ്ഥാനം മാറ്റാൻ സമ്മതിക്കില്ല. ഉറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം താണ്ടിയ പാതകൾ ഏറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതും അർത്ഥപൂർണവും ആയിരുന്നു. ഇനിയും ഏറെ ചെയ്യാനുണ്ട് എന്ന തോന്നൽ നമ്മിൽ അവശേഷിപ്പിച്ച് കടന്നുപോയ പ്രിയ സുഹൃത്തിന് പരിഷത്ത് കുടുംബത്തിൻ്റെ പ്രണാമം.